നല്ല ഒരു കോളേജ് ജീവിതം 5 കൊല്ലം. അവിടെയും അവസാനം വന്നപ്പോൾ എന്തോ പറഞ്ഞാൽ ലാസ്റ്റിൽ 10ാം ഡിഗ്രി അവസാനം വരെ ഞാൻ തോറ്റിട്ടില്ല, ഒരു ക്ലാസ്സിലും തോറ്റിട്ടില്ല. പഠിത്തമൊക്കെ മോശമായിരുന്നു, പക്ഷെ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി ജയിച്ചു പോകുമായിരുന്നു. ഡിഗ്രി അവസാനം വന്നപ്പോൾ ഒരു പേപ്പർ കിട്ടിയില്ല. അങ്ങനെ പിന്നെ എടുത്തത് 86 എഴുതിയെടുത്തത്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് MG രാധാകൃഷ്ണൻ ചേട്ടൻ, മ്യൂസിക് ഡയറക്ടർ MG രാധാകൃഷ്ണൻ ചേട്ടൻ താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അനിയനാണ് MG ശ്രീകുമാർ. ഇപ്പോൾ ഇവരൊക്കെ അവിടെ ഉണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തെ വീടാണ് വേണു നാഗവള്ളി. ഇപ്പോൾ വേണുചേട്ടനും എൻ്റെ ഒരു കസിനും അവരൊക്കെ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പം മാത്രമല്ല ഈ വേണുചേട്ടനും രാധാകൃഷ്ണനും ഒക്കെ നമ്മുടെ വീടുമായിട്ടൊക്കെ അടുത്ത ബന്ധമാണ്. എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അപ്പം ഞാൻ എപ്പോഴും രാധാകൃഷ്ണൻ്റെ വീട്ടിൽ പോകുമായിരുന്നു. അപ്പോൾ എൻ്റെ ആഗ്രഹം ആദ്യം എനിക്ക് നേവിയിൽ പോകണമെന്നായിരുന്നു, രാജ്യസേവനം. അതിപ്പോഴും ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പോഴും അതിന് സൗകര്യം കിട്ടിയാൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ അതിനുള്ള ആരോഗ്യമില്ല, അതുകൊണ്ട്. അപ്പം രാജ്യസേവനം ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ നേവിയിൽ ഞാൻ കുറേ വർഷം ഉണ്ടായിരുന്നു. NCC നേവി എന്ന് പറഞ്ഞാൽ NCCയിലുണ്ടായിരുന്നു. NCC നേവൽ വിങ്ങിൽ. അങ്ങനെ ചീഫ് പെറ്റി ഓഫീസർ വരെ ആയി. കോളേജിലും ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ C സർട്ടിഫിക്കറ്റിന് വീട്ടിൽ നിന്ന് വിട്ടില്ല. കാര്യം അത് കടലിലാണ്, കപ്പലിലൊക്കെ പോകണമെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് വിട്ടില്ല. നിനക്ക് ജലദോഷം വരുന്നൊക്കെ പറഞ്ഞ് നിസ്സാര കാരണമായിരുന്നു പോട്ട്. പക്ഷേ അത് തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകത്തില്ല. കാര്യം ഈ കണ്ണാടി കാഴ്ചശക്തി വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഐസൈറ്റ് പ്രശ്നം, ഞാൻ 5ാം ക്ലാസ് തൊട്ട് കണ്ണാടി വയ്ക്കുക. അപ്പോൾ കാഴ്ചയുടെ പ്രശ്നം വന്നപ്പം അത് അവിടെ തന്നെ കട്ട് ഓഫായി. അങ്ങനെ രാജ്യസേവനം എന്നുള്ള ആഗ്രഹം അതോടുകൂടി തീർന്നു. അങ്ങനെ ആഗ്രഹം തീർന്നിട്ടില്ല, ആ പ്രൊഫഷനിലേക്കുള്ള ആഗ്രഹം അവിടെ കട്ടായിപ്പോയി. പിന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് ഈ സ്റ്റീം എൻജിൻ ആ ട്രെയിനിൻ്റെ എൻജിൻ ഡ്രൈവർ ആകണമെന്നായിരുന്നു ആഗ്രഹം. എന്തൊരു ആഗ്രഹം എന്ന് പറയും. ഇപ്പോഴും ആഗ്രഹമുണ്ട്. ഇപ്പോഴും ഞാൻ ആ വീഡിയോയിൽ ഈ ട്രെയിനിൻ്റെ ഇത് കാണുമ്പോഴത്തേക്ക് ഇപ്പോഴും കുറേ വീഡിയോസ് ഉണ്ട്. സ്ഥിരം സ്റ്റീം എൻജിൻ ലവേഴ്സിൻ്റെയൊക്കെ ഒരു വലിയ ഗ്രൂപ്പ് കുറേ ഉണ്ട്. സ്റ്റീം എൻജിനെ പറ്റിയിട്ടുള്ള സ്ഥിരം കുറേ വരുന്ന യൂണിയൻ പസഫിക് എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഇപ്പോഴും ഓടുന്ന ട്രെയിനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ വരുമ്പോൾ ഞാൻ പിന്നെ എല്ലാം മറക്കും. ഞാൻ ഇത് തന്നെ നോക്കിക്കൊണ്ടിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ ചൂളം വിളിച്ച് പുകച്ച് ഇങ്ങനെ പോണത്. നമ്മുടെ തീവണ്ടി പായും തീവണ്ടി എനിക്ക് അന്ന് തൊട്ട് തുടങ്ങിയതാണെന്ന് തോന്നുന്നു. 2ാം ക്ലാസ്സിലങ്ങോട്ട് പഠിച്ചതാണ്. ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ആ വർഷങ്ങൾക്ക് ശേഷം ആ ആഗ്രഹം സബലീകരിച്ചു. ജോലി കിട്ടിയില്ല, സബലീകരിച്ചത് കിലുക്കെന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ്ങിന് ചെന്നപ്പം ഞാൻ ആ സിനിമയുടെ ഷൂട്ടിംഗ് ഫുൾ ടൈം കൂടെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരു പ്രൊഡക്ഷൻ മാനേജറുടെ ജോലിയും കൂടെ ചെയ്ത്, മെസ്സിൻ്റെ ചാർജ് എനിക്കുണ്ടായിരുന്നു കുറേ ദിവസം. അപ്പോൾ ആ ജോലിയും കൂടെ ചെയ്തുകൊണ്ട് ഞാൻ ഫുൾ ടൈം കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേ സീനുകൾ ചെയ്തെങ്കിലും ആ സീനൊക്കെ കട്ടായിപ്പോയി. ആ കൂടെ സിനിമയിൽ ഒരു സീനിലേ ഞാനുള്ളൂ. അങ്ങനെ ഈ കിലുക്കത്തിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് ആ ഊട്ടിപ്പട്ടണം എന്ന് പറഞ്ഞ പാട്ടിനകത്ത് ഈ ട്രെയിനുണ്ടല്ലോ, അപ്പോൾ ഇത് 3 ദിവസം ഫുൾ ഷൂട്ടിങ്ങാണ് ട്രെയിനിനകത്ത്. അങ്ങനെ അവിടെ വന്നപ്പം ഞാൻ നടന്ന് നേരെ ഈ എൻജിൻ്റെ ഫ്രണ്ടിൽ, അന്ന് കരി എൻജിനാണ്, ഇപ്പം അത് മാറി, ഇപ്പം ഡീസൽ എൻജിനായി. അന്ന് കരി എൻജിൻ തന്നെയാണ്. ഈ കരി എൻജിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. എനിക്ക് കയറിയാൽ മതി എന്നൊരാഗ്രഹം. അപ്പോൾ എൻ്റെ അടുത്ത് ഈ എൻജിൻ്റെ ഡ്രൈവറുണ്ട്, ഒരു കക്ഷി, അവർ 2 പേരുണ്ട് അവർ. അപ്പോൾ അവരിങ്ങനെ, ഞാനപ്പം വെള്ള പാൻറ്റും വെള്ള ഷർട്ടും അന്നത്തെ ദിവസം ഇട്ടിരിക്കുന്നത്, ഒരു കാര്യമില്ലാതെ അന്ന് ഇട്ടുകൊണ്ടിറങ്ങിയത് വെള്ള പാൻറ്റും വെള്ള ഷർട്ടും. അപ്പം ഇയാൾ മനസ്സിലായി സിനിമയായിട്ട് ബന്ധപ്പെട്ട ട്രെയിൻ മൊത്തം വാടക എടുത്തിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെ ട്രെയിൻ തന്നെ. അപ്പോൾ അവിടെ സാധനങ്ങളൊക്കെ ലോഡ് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് ഇങ്ങനെ എൻജിനാന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പം ഈ എൻജിൻ്റെ ഡ്രൈവർ എൻ്റെ അടുത്ത് ചോദിച്ചു, സാർ സിഗരറ്റ് കിടക്കുമാ സാറെന്ന് ചോദിച്ചു. ഞാൻ ഇതിപ്പോൾ വരാമെന്ന് പറഞ്ഞ് നേരെ പോയി, ഏത് സിഗരറ്റ് വെച്ചപ്പോൾ അയാൾ പറഞ്ഞു സിസർന്ന് എന്തോ പറഞ്ഞു. ഞാൻ അവിടെ പോയി 5 പാക്കറ്റ് സിസർ വെളിയിൽ നിന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചു. ആ തൊട്ടുവെളിയിൽ 5 പാക്കറ്റ് സിസറും ഉണ്ട് അയാളുടെ കൈ കൊടുത്തു. അങ്ങനെ അയ്യോ ഒന്ന് ഞാൻ ഇല്ല സാർ വെച്ച് പോകുന്നു. അങ്ങനെ 5 എണ്ണം കൊടുത്തപ്പോൾ അങ്ങനെ ഭയങ്കര ഹാപ്പി. പിന്നെ എന്തോന്നൊക്കെ വെച്ചു. ഞാൻ പറഞ്ഞു സാർ ഉള്ള വരലാമ്മ ചോദിച്ചു. ചുമ്മാ വാങ്ങുമെന്ന് അകത്ത് കയറി. പിന്നെ ഞാൻ അതിൽ നിന്ന് ഇറങ്ങിയില്ല. പിന്നെ അതിനകത്ത് തന്നെ ഞാൻ ഇറങ്ങുമ്പം കറുപ്പും ഡ്രസ്സ്, വെള്ളയും ഇട്ട് കയറിയ ഞാൻ കറുപ്പുമായിട്ടാണ് തിരിച്ചിറങ്ങിയത്. ഹോൺ അടിച്ചോട്ടെന്നൊക്കെ ചോദിച്ചു. പിന്നെ ട്രെയിൻ പോകുമ്പോൾ ഞാൻ എഞ്ചിനകത്തുണ്ട്, അടിച്ചോട്ടെ, ചുമ്മാ അടിക്കുക സാർ, പിന്നെ ഹോണടിയും. ജീവിതത്തിൽ അത്രയും നാൾ മനസ്സിൽ വെച്ചിരുന്ന ആഗ്രഹം, ഇതിൻ്റെ ഡ്രൈവറാവാനായിരുന്നു എൻ്റെ ആഗ്രഹം. പിന്നെ ചോദിച്ചു മനസ്സിലാക്കി എങ്ങനെയാണ് ഇതിൻ്റെ പ്രഷർ, എങ്ങനെയാണ് എപ്പോഴാണ് ഇതിനകത്ത് തീയിടുന്നത്, അതെങ്ങനെയാണ് ഇതിൻ്റെ ഹീറ്റ് അതിനകത്ത് അറിയണത്, മറ്റേത് മറിച്ചത് എല്ലാം, ബ്രേക്കിങ് എങ്ങനെ, ആക്സിലേറ്റർ എങ്ങനെ, എല്ലാം ചോദിച്ച് മനസ്സിലാക്കി. ഒരു ജന്മസാഫല്യം എന്ന് പറയാം. അങ്ങനെ അതിനകത്ത് നിന്ന് കുറേ 3 ദിവസം എപ്പോഴും കയറാത്തില്ല, കാര്യം കുറച്ച് നമുക്ക് പണികളൊക്കെ ഉണ്ടാകും. അപ്പം ഞാൻ കിട്ടുന്ന സൗകര്യത്തിനൊക്കെ പോവും, അതിനകത്ത് കയറും. അങ്ങനെ കുറച്ച് സന്തോഷമായിട്ട് അതിനകത്ത് പെരുമാറി.
അപ്പോൾ അത് ഒരു ആഗ്രഹമായിരുന്നു, എൻജിൻ ഡ്രൈവർ ആവണമെന്നായിരുന്നു. പിന്നെ ഒരു ആഗ്രഹം വന്നത് ഈ യാത്രകൾ, ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ചെയർമാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അദ്ദേഹം പോകാത്ത രാജ്യങ്ങളില്ല. അത് അദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ ചില രാജ്യത്ത് ചെന്ന ഒരു ഫീലിങ്ങാണ്. അപ്പം നമുക്ക് ഈ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് ട്രാവൽ ആൻഡ് ടൂറിസം അത് ഞാൻ പഠിക്കണമെന്നുകൊണ്ട് അത് പഠിച്ചു. ഇതിനിടയിൽ കൂടെ തന്നെ കോളേജ് പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ സെക്കൻഡ് ഇയർ ആയപ്പോൾ തന്നെ ട്രാവൽ ആൻഡ് ടൂറിസം പഠിച്ചു, ടിക്കറ്റിങ്ങും മറ്റേ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇപ്പോൾ വളരെ എല്ലാം സിമ്പിളാണ്. ഇപ്പോൾ ട്രാവൽ ഏജൻസിക്ക് ഒരു പ്രാധാന്യമില്ല, നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ഇരുന്ന് തന്നെ സ്വന്തമായിട്ട് ടിക്കറ്റ് ചെയ്യുക. അപ്പോൾ അന്ന് അതൊക്കെ പഠിച്ചു. അതൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ട്രാവൽ ഏജൻസിയിൽ കയറാൻ നിൽക്കുന്ന ആഗ്രഹം. ട്രാവൽ ഏജൻസിയിലാണല്ലോ ആദ്യം കയറേണ്ടത്, അങ്ങനെ കയറണം എന്നുള്ള ഒരു ഇതിലേക്ക്. പിന്നെ ഒരു എയർലൈനിൽ കയറാൻ പറ്റില്ല, കാര്യം അന്ന് ആ കൂടെ ഇന്ത്യൻ എയർലൈൻസ് മാത്രമേ ഉള്ളൂ, എയർ ഇന്ത്യ അത്, വേറെ പ്രൈവറ്റ് എയർലൈൻസ് ഇല്ല, പിന്നെ വിദേശ എയർലൈനുകളൊന്നും ഇങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ നമ്മളൊക്കെ അങ്ങനെ ഒരു മേഖല നമ്മുടെ മനസ്സിലില്ല. പക്ഷേ വിദേശ എയർലൈൻസുകൾക്കുള്ള ഓഫീസുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കാത്തേ പസഫിക്കിൻ്റെ GSA എന്ന് പറയും, ജനറൽ സെയിൽസ് ഏജൻറ്റ്, ആ GSA ഉണ്ടായിരുന്നത് സ്പെൻസർ ട്രാവൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴുമുള്ള വലിയ ട്രാവൽ ഏജൻസിയാണ്. അവർക്കായിരുന്നു ഇതിൻ്റെ GSA. ഈ സ്പെൻസർ ട്രാവൽസിൻ്റെ അന്നത്തെ കേരളത്തിൻ്റെ ഹെഡായിരുന്നത് എൻ്റെ ഒരു ചേട്ടനായിരുന്നു, ഒരു കസിനായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇത് ട്രാവൽ ആൻഡ് ടൂറിസം പഠിച്ചല്ലേ, ഞങ്ങളുടെ ഇവിടുത്തെ ഒരു സ്റ്റാഫ് ലീവിന് പോവുകയാണ് 6-7 മാസത്തേക്ക്, അപ്പം നീ ഒന്ന് തൽക്കാലത്തേക്ക് ഞാൻ അപ്രൻറ്റീസായിട്ട് നിന്നെ എടുക്കാം, അത് കാത്തേ പസഫിക്കിൻ്റെ ഡയറക്റ്റ് സ്റ്റാഫായിട്ടാണ് എടുക്കുന്നത്, അങ്ങനെ എന്തോ ഇത് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരിയെന്ന് പറഞ്ഞ് ഞാൻ എറണാകുളത്ത് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ എറണാകുളത്ത് പോയി. എറണാകുളത്താണ് ഓഫീസ്. ഇതേ സമയത്താണ് ഞാൻ ഈ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു പേപ്പർ കിട്ടാതെ, അതായത് തോറ്റു, പച്ചമലയാളത്തിൽ പറഞ്ഞാൽ തോറ്റു, ബാക്കിയെല്ലാം ജയിച്ചു, ഒരു പേപ്പർ കിട്ടിയില്ല, മെയിൻ മാത്രം കിട്ടിയില്ല. അപ്പോൾ അത് 6 പേപ്പർ എഴുതിയെടുക്കണം, 6 പേപ്പർ ചേർന്നാണ് ഒരു മെയിൻ, അത് എഴുതിയെടുക്കണം. ഈ ഗ്യാപ്പിലാണ് ഈ വിളി വരുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ്, ഞാനിതെല്ലാം പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീട്ടിൽ നിന്നൊരു ഫോൺ ഇങ്ങേർക്ക്. അപ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞെന്താണെന്നറിയാമോ, അവൻ ഡിഗ്രി പാസ്സായിട്ടില്ല, ഇപ്പോൾ ജോലി കിട്ടിയാൽ പിന്നെ ഇതൊന്നും എഴുതാൻ പോവില്ല, അവൻ അതുവഴി എൻ്റെ പുറകെ നടക്കുകയുള്ളൂ, അതുകൊണ്ട് അവൻ ആദ്യം ഡിഗ്രി പാസ്സാവട്ടെ എന്നിട്ട് അവന് ജോലി കൊടുക്കുന്നു. ചീറ്റി. അത് പോയോണ്ട് ഇയാൾ, എന്നാൽ പിന്നെ നീ അത് എഴുതി എടുത്തിട്ട് വാ, അത് കഴിഞ്ഞ് കയറാം. അന്ന് കയറിയിരുന്നെങ്കിൽ, അന്ന് ഞാൻ കാത്തേ പസഫിക്കിൽ തന്നെ കയറാൻ പറ്റിയിരുന്നെങ്കിൽ, ഞാൻ ഇന്നും കാത്തേ പസഫിക്കിൽ ഉണ്ടായിരുന്നെങ്കിൽ മിക്കവാറും ആ കമ്പനി അവരെനിക്ക് എഴുതി തന്നെ, ആ ലെവലിൽ എനിക്ക് മുകളിൽ ചെല്ലാമായിരുന്നു. അപ്പോൾ നടക്കാത്ത കാര്യത്തിൽ നമുക്ക് എന്തും പറയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് നടന്നില്ല. അങ്ങനെ തിരിച്ചു വന്നു. ആ സമയത്താണ് ഈ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്തുള്ള തെക്കാനുള്ള എൻ്റെ ഫ്രണ്ട്സ്, അപ്പോൾ അതിനകത്ത് ഒരുത്തൻ്റെ വീട്ടിൽ സ്ഥിരം ചീട്ടുകളിയാണ്, പൈസ വെച്ചൊന്നുമില്ല, വെറുതെ കളി. ചീട്ടുകളി എന്ന് പറഞ്ഞാൽ അന്തം വിട്ട് ചീട്ടുകളിയാണ്. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ കുണുക്കൊക്കെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുക. രാവിലെ കളിച്ചു വന്നപ്പോഴാണ് നമ്മൾ വേറൊരു ഫ്രണ്ട്, ഗിരി എന്ന് പറഞ്ഞ ഫ്രണ്ട് കയറി വന്നു. അയാൾ വെച്ച് എന്ത് ഇവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞാൽ എന്ത്. അപ്പം ഈ പരീക്ഷ പോയിട്ട് അടുത്ത സെപ്റ്റംബറിൽ എഴുതണം പരീക്ഷ, അതിന് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, ഫീസൊക്കെ അടച്ചിരിക്കുക, സെപ്റ്റംബർ എഴുതാൻ, പഠിത്തമൊന്നുമില്ല. അപ്പം ഇവ ചീട്ട് കളിച്ചപ്പോൾ എന്തു ഇത് ചീട്ട് കളിച്ചോണ്ടിരിക്കണം. ഞാൻ പറഞ്ഞു അതെ, എന്ത് പറ്റി, ഇന്ന് പരീക്ഷ തുടങ്ങണമായി. ഞാൻ ഇന്ന് പരീക്ഷ തുടങ്ങണം, ആര് പറഞ്ഞു, ഇയാളിത് ഏത് ലോകത്ത് ജീവിക്കുന്നത്, ഇന്നാണ് പരീക്ഷ തുടങ്ങണേ, ഇന്ന് ഫസ്റ്റ് എക്സാമാണ്, ഇന്ന് മൈക്രോ എക്കണോമിക്സ്. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഏതായാലും കളിച്ചോട്ടെ, ഈ റൗണ്ട് കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് പോവാം. അങ്ങനെ ആ റൗണ്ട് കൂടെ കളിച്ച് കുടുക്കിനെ ഊരി വെച്ചിട്ട് ജയിച്ച് വീട്ടിൽ പോയി കുളിച്ച് റെഡിയായി പരീക്ഷയ്ക്ക് പോയി. അപ്പോഴും ജയിച്ചില്ല, അത് വേറെ കാര്യം. പിന്നെ 86 ഞാൻ ജയിച്ചത്. അപ്പോൾ അതേ സമയത്ത് തന്നെ ഈ അമേരിക്കയിൽ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഈ അമ്മാവൻ അമേരിക്കയിൽ നിന്ന് അദ്ദേഹം വന്നിട്ട് കുറേ പേപ്പറും കാര്യങ്ങളൊക്കെ എൻ്റെ തന്നിട്ട് പറഞ്ഞു, ഇത് സ്പോൺസർഷിപ്പിൻ്റെ ഡീറ്റെയിൽസാണ്, ഇത് മുഴുവൻ നീ ഫില്ല് ചെയ്ത് റെഡിയാക്കി നിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടി അതും കൂടെ ചേർത്ത് എല്ലാം കൂടെ വെച്ചിട്ട് നീ എനിക്ക് അയക്കണം, കൊറിയർ ചെയ്യണം, അതിൻ്റെ പൈസ അന്ന് കൊറിയർ ഉണ്ടോയെന്ന് അറിയില്ല, അത് പോസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്, അന്ന് അയക്കണം, എന്നിട്ട് നിന്നെ സ്പോൺസർ നിന്നെ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാമെന്ന് പറഞ്ഞു അമേരിക്കയ്ക്ക്. 85 54-55 ശരിയെന്ന് പറഞ്ഞ് ഇദ്ദേഹം പോയി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ മുഴുവൻ വലിച്ചേറി കളഞ്ഞു. കാര്യം എനിക്ക് ഒരു താല്പര്യമില്ല അമേരിക്ക പോയി പോകണമെന്ന്, അമേരിക്ക കാണണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അമേരിക്ക സെറ്റിൽ ചെയ്യണമെന്ന്, അമേരിക്കയിൽ നിന്നല്ല ഈ നമ്മുടെ നാട് വിട്ട് ഒരിടത്തും പോയി സെറ്റിൽ ചെയ്യാൻ എനിക്ക് അന്നും ആഗ്രഹമില്ല, ഇന്നും ആഗ്രഹമില്ല. അപ്പോൾ അതുകൊണ്ട് അതപ്പം തന്നെ കീറിക്കളഞ്ഞു. ഞാൻ ആരുടെടുത്തും പറഞ്ഞില്ല, കീറിക്കളഞ്ഞു. വീട്ടിലൊക്കെ പറഞ്ഞാൽ എൻ്റെ തല വെട്ടിക്കളയും, അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഇല്ല, കീറിക്കളഞ്ഞു തന്നെ. അത് കഴിഞ്ഞ്
ഈ പരീക്ഷ അപ്പം അങ്ങനെ 2-3 പ്രാവശ്യം പരീക്ഷ മിസ്സായി. പിന്നെയാണ് 86-ലാണ് എഴുതിയെടുത്തത്. പക്ഷേ അതിനിടയിൽ നടന്ന വേറൊരു സംഭവം, 84 കഴിഞ്ഞ സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ MG രാധാകൃഷ്ണൻ്റെ വീട്ടിൽ എപ്പോഴും പോകും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ആദ്യമായിട്ട് സമ്പാദിക്കാൻ തുടങ്ങിയ സിനിമയെന്നല്ല, പാട്ട് പാടിയിട്ടാണ്. അപ്പോൾ പാട്ട് പാടാൻ പോകുമായിരുന്നു. അന്ന് ഈ നമ്മുടെ ശ്രീറാം എന്ന് പറഞ്ഞ പാട്ടുകാരൻ, ശ്രീറാം എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഓർത്തില്ലെങ്കിൽ കാറ്റേ കാറ്റേ എന്ന് പറഞ്ഞ പാട്ട് പാടി, കാറ്റേ കാറ്റേ നീ പൂതാമരത്ത്, ആ പാട്ട് പാടിയ ശ്രീറാം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ ശ്രീറാം വിളിച്ചിട്ട് ഞങ്ങളെല്ലാം കൂടെ സ്ഥിരമായിട്ട് തരങ്ങിണിയിലും പിന്നെ മറ്റുള്ള സ്റ്റുഡിയോയിലും ഒക്കെ പാട്ട് റെക്കോർഡിങ്ങിന് കോറസ് പാടാൻ പോകും. അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ കോറസ് പാടാനായിട്ട് കുറേ തരങ്ങിണിയുടെയൊക്കെ കുറേ റെക്കോർഡിങ്ങിന് കോറസ് പാടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു വരുമാനം ഉണ്ടാവുന്നത്. അന്ന് എനിക്ക് തോന്നുന്നു 100 രൂപയോ 120 രൂപ അങ്ങനെ എന്തോ ആണ് കിട്ടുന്നത്. പക്ഷേ അത് അന്നത്തെ കാലത്ത് വലിയ എമൗണ്ടാണ് കേട്ടോ. 82-83-ലൊക്കെ 100 രൂപ എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ട് തന്നെയാണ്. അന്ന് 10 രൂപ കണ്ടേ ഉള്ളൂ പെട്രോൾ, 8 രൂപ 10 രൂപ കണ്ടേ ഉള്ളൂ പെട്രോൾ. അപ്പം നമുക്ക് അത് വെച്ച് മനസ്സിലാക്കാമല്ലോ എത്രയായിരിക്കും. 3 രൂപയാണ് സിനിമയാണ് ടിക്കറ്റ്. ശ്രീമാർ തിയേറ്ററിലെ ബാൽക്കണിക്ക് 3.5 രൂപ കണ്ടേ ഉള്ളൂ. അപ്പോൾ 100 രൂപ വലിയ എമൗണ്ടാണ്. അപ്പോൾ അതാണ് ആദ്യമായിട്ട് നമ്മളൊരു ജോലി ചെയ്ത് വരുമാനം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇത് വല്ലപ്പോഴും ഇങ്ങനെ റെക്കോർഡിങ്ങുണ്ട്, വിളിക്കും, പോകും. അപ്പോൾ ആ സമയത്ത് രാധാകൃഷ്ണൻ്റെ വീട്ടിലൊക്കെ സ്ഥിരം പോകും. കാര്യം വീടിനടുത്താണ്. അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും കയറും, അവിടെ ചെന്ന് സംസാരിക്കും. അമ്മയുണ്ട്, രാധാകൃഷ്ണൻ്റെ അമ്മയുണ്ട്. അമ്മ മുറിക്കൊണ്ടിരിക്കും, അമ്മയുടെ അടുത്ത് ഒരു മുറുക്കാൻ വാങ്ങിച്ച് കഴിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ രാധാകൃഷ്ണൻ്റെ ഇല്ലെങ്കിലും അവിടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും. വെറുതെ ചുമ്മാ വേറെ പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ രാധാകൃഷ്ണൻ ചിലപ്പോൾ രാധാകൃഷ്ണൻ്റെ കൂടെ വെളിയിൽ കറങ്ങാൻ പോകും. റെക്കോർഡിങ്ങൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ കറങ്ങാൻ പോകും. പിന്നെ വേണുനാഗവള്ളി തൊട്ടപ്പുറത്താണ്. അപ്പോൾ വേണുചേട്ടൻ്റെ രാധാകൃഷ്ണൻ്റെ വീട്ടിൽ പോകും, വാടാ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് അങ്ങോട്ട് പോകും. അങ്ങനെ അപ്പം ഈ രാധാകൃഷ്ണൻ്റെ കൂടെയുള്ള കുറേ കറക്കങ്ങളിങ്ങനെ, അതൊക്കെയാണ് ഒരു പകൽ സമയങ്ങളിലെ ആക്ടിവിറ്റീസ്. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. അപ്പോൾ ഒരു ദിവസം നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള രാജശേഖരൻ എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ, കൊച്ചിരാജനാണ് എല്ലാവരും വിളിക്കുന്നത്. നമ്മൾ വളരെ അടുത്ത സ്നേഹബന്ധമുള്ള ചേട്ടനാണ്. ഇപ്പോഴും ആ ബന്ധം നിലനിൽക്കുന്നു. ചേട്ടൻ ഇപ്പോൾ തൃശ്ശൂരാണ്. അപ്പോൾ ചേട്ടൻ ഒരു ദിവസം ഈ രാധാകൃഷ്ണൻ്റെ വീട്ടിൽ നിന്നപ്പോൾ രാധാകൃഷ്ണൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഇവനൊരു സിനിമയിലൊരു വേഷം കൊടുത്തൂടെ? ഇവൻ ഇങ്ങനെ ഈ കോമാളിത്തനോ കാണിച്ച് അന്നും തമാശയൊക്കെ പറയും. തമാശ പറയുമെന്ന് പറയുമ്പോൾ തമാശ പറഞ്ഞിട്ട് ഞാൻ തന്നെ ചിരിക്കേണ്ട അവസ്ഥയാണ് പലപ്പോഴും. പക്ഷേ എന്നാലും എന്തെങ്കിലുമൊക്കെ വളിപ്പും വിട്ടിത്തനോ ഇടയ്ക്കിടയ്ക്ക് പറയും. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് രാധാകൃഷ്ണൻ, അപ്പോൾ രാധാകൃഷ്ണൻ ചേട്ടൻ ഉടൻ തന്നെ, നിനക്ക് അഭിനയിക്കണോ? അതായത് അവിടെ ഈ രാധാകൃഷ്ണൻ്റെ വീട്ടിൽ അപ്പോഴും ഞങ്ങളപ്പോൾ ഉള്ളത് തന്നെ പ്രിയദർശൻ, മോഹൻലാൽ, പിന്നെ MG സോമൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സിനിമാക്കാരവിടെ വരും. അപ്പോൾ ഇവരെയൊക്കെ പലരെയും അവിടെ വെച്ച് ഞാൻ ആ സമയത്ത് പരിചയപ്പെട്ടിട്ടുണ്ട്. രാജാണവിടെ ഇവൻ നമ്മുടെ അയൽവാസിയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ സോമേട്ടനാണെങ്കിൽ എൻ്റെ അമ്മാവനുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ്, ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ സോമേട്ടനെ എനിക്ക് അതിന് മുമ്പേ അറിയാം. അപ്പോൾ ഈ രാധാകൃഷ്ണൻ്റെ പെട്ടെന്ന് നിനക്ക് അഭിനയിക്കണോ? ഞാൻ പറഞ്ഞു അങ്ങനെ നീ നേരത്തെ പറഞ്ഞതോ? അപ്പം ഇങ്ങനെ പറഞ്ഞു, ഇല്ല ഞാൻ ഇത് എൻ്റെ അഭിപ്രായം പറഞ്ഞത്. അപ്പം ഒരു വേഷം കിട്ടണമെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം, എന്തെങ്കിലും സിനിമ ചെയ്യട്ടെ. അപ്പം കറക്റ്റ് അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പം പ്രിയൻ ചേട്ടൻ അവിടെ വന്നു. അപ്പോൾ പ്രിയൻ ചേട്ടൻ്റെ അടുത്ത് രാധാകൃഷ്ണൻ, പ്രിയ അതാ ഇവനൊരു വേഷം കൊടുക്കും സിനിമയിൽ തോന്നുന്നു. അപ്പോൾ പ്രിയൻ ചേട്ടൻ നോക്കിയിട്ട് വന്നു, അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ? ഞാൻ പറഞ്ഞു. അപ്പം പറഞ്ഞത് കൊണ്ട് മാത്രം അഭിനയിക്കുക എന്നുള്ളതാണ്, അല്ലാതെ അഭിനയിക്കാൻ പോകണം എന്നുള്ള ആഗ്രഹമില്ല. എൻ്റെ മനസ്സിൽ അപ്പോഴും എൻജിൻ ഡ്രൈവറും പിന്നെ പ്ലെയിനകത്ത് കയറി പോണതും നേവിയൊക്കെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോഴും നേവി പോയി. അപ്പോൾ ഇത് പറഞ്ഞപ്പം ശരി എന്ന് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം MG ശ്രീകുമാർ, നമ്മൾ ശ്രീകുട്ട ചേട്ടൻ എന്നാണ് വിളിക്കുന്നത്, എല്ലാവരും ഇപ്പോൾ ശ്രീകുട്ട എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ശ്രീകുട്ട ചേട്ടൻ വന്നിട്ട് ഒരു ദിവസം പറഞ്ഞു, ഞാൻ അപ്പോൾ അവിടെ ഉണ്ട്. അദ്ദേഹം ചെന്നൈയിൽ ഏതോ സിനിമയുടെ, അന്ന് ചെന്നൈ ആയിട്ടില്ല, അന്ന് മദ്രാസിലേതോ പടത്തിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞു. അപ്പം വന്ന അവിടെ പറഞ്ഞു, നന്ദു ഞാൻ പ്രിയൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞാൽ വന്നത്, ചെപ്പെന്നാണ് ആ സിനിമയുടെ പേര്, അതിനകത്തൊരു നല്ല വേഷം നിനക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പ്രിയൻ പറഞ്ഞു നന്ദുവിനെ വിളിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ശ്രീകുട്ട ചേട്ടൻ ഈ സ്ക്രിപ്റ്റ് വായിച്ചതാണ്. അപ്പോൾ അങ്ങനെ ആ കഥാപാത്രം പറഞ്ഞു, അതിനകത്ത് 1-2 ഡയലോഗ് വരെ പറഞ്ഞു. അങ്ങനെ തലേ ദിവസം വായിച്ചുകൊണ്ട് അങ്ങനെ മനസ്സിൽ നിന്നുകൊണ്ട് അങ്ങനെ 1-2 ഡയലോഗ് പറഞ്ഞു. ഉഗ്രം വേഷം കേട്ടോ, കുറച്ചേ ഉള്ളൂ, 2-3 സീനേ ഉള്ളൂ, പക്ഷേ നീ ഉഗ്രം സാധനമാണ്, പടത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറാണെന്ന് തോന്നുന്നു. അപ്പോൾ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം ഇല്ലാതിരുന്ന ഞാൻ, എന്നിലേക്ക് ഒരു ഇഞ്ചക്ഷൻ തന്നു, അഭിനയിക്കൂ എന്നുള്ളൊരു ഇഞ്ചക്ഷൻ തന്നു. അപ്പോൾ അഭിനയിക്കാമെന്നുള്ള ചിന്തയായി. അപ്പോൾ ഒരു വേഷം കിട്ടി. അത്രയും വരെ എത്തിയപ്പം ഭയങ്കര ആവേശമായി.
അപ്പോൾ സിനിമയിൽ അഭിനയിക്കാം. എനിക്ക് അറിഞ്ഞൂടാ ഞാൻ അഭിനയിച്ച എൻ്റെ മുഖത്തെല്ലാം വരുമോ, അതെങ്ങനെയാണ് അഭിനയം, ഒന്നും അറിയാം. സിനിമയെ പറ്റി യാതൊരു ABCD പോലും അറിഞ്ഞുകൂടാ. മദ്രാസിലാണ് ഷൂട്ടിങ്. അപ്പോൾ എത്ര ദിവസം കഴിഞ്ഞ് ചെല്ലണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശരി ഇതെല്ലാം പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് ഭയങ്കര ആവേശം. വീട്ടിൽ വന്ന് പറഞ്ഞു എനിക്ക് സിനിമയിൽ വേഷം കിട്ടി, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു മദ്രാസിലേക്ക്. എവിടെ പോകണം? മദ്രാസിൽ. പരീക്ഷ ആരെഴുതും? നമ്മൾ പരീക്ഷ, ഈ തോറ്റ പരീക്ഷ ആരെഴുതും? കുഞ്ഞമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ചിറ്റപ്പനും ചിറ്റയാണ് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ സ്ഥാനത്ത്. അപ്പോൾ എൻ്റെ ചിറ്റയാണ്. അപ്പോൾ എന്നെ വളർത്തുന്ന സമയത്ത് അവർക്ക് മക്കളില്ല, ചിറ്റയ്ക്കും ചിറ്റപ്പനും. ഇനി എനിക്ക് 10 വയസ്സാകുമ്പോഴാണ് അവർക്കൊരു മകളുണ്ടായത്. ആ മകളാണ് എൻ്റെ സ്വന്തം അനിയത്തിയെ പോലെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇപ്പോഴും അവൾ എൻ്റെ അനിയത്തി തന്നെ, സ്വന്തം അനിയത്തി തന്നെ. അപ്പം ചിറ്റ എൻ്റെ അടുത്ത് വെച്ചു, നീ തോറ്റ പരീക്ഷയില്ലേ, അത് എപ്പോൾ എഴുതും, ആരെഴുതും, നീ സിനിമയിൽ അഭിനയിക്കാൻ പോയാൽ? അപ്പോൾ ഞാൻ പറഞ്ഞ് അത് പിന്നെ എഴുതാമല്ലോ, അത് നടക്കില്ല, ഇപ്പോൾ എഴുതിയെടുക്കണം, അത് കഴിഞ്ഞ് സിനിമയിൽ പോയാൽ മതി. നീ സിനിമയിൽ പോയാൽ അതുവഴി അങ്ങ് പോകും. സിനിമ പിന്നെ ഇതൊന്നും തീർക്കാൻ നിൽക്കില്ല. മര്യാദയ്ക്ക് സിനിമയിൽ അഭിനയിക്കണമൊക്കെ പിന്നെ മര്യാദയ്ക്ക് പരീക്ഷ എഴുതി പാസ്സായതിനു ശേഷം അഭിനയിക്കാൻ പോയാമെന്ന് പറഞ്ഞു. തകർന്ന് അതോടുകൂടി. കാര്യം ആഗ്രഹമില്ലാത്ത കാര്യമായിരുന്നു. അതിനെ ആഗ്രഹം നമ്മുടെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്തിട്ട് എല്ലാം കഴിഞ്ഞ് വേഷവും കിട്ടിക്കഴിഞ്ഞ് ഡയലോഗും പഠിപ്പിച്ചതിന് ശേഷം പറയുകയാണ് അഭിനയിക്കാൻ പോകാക്കില്ല, പഠിച്ചിട്ട് പോയാൽ മതി, പരീക്ഷ പാസ്സായിട്ട് പോയാൽ മതി. ഞാനങ്ങ് തകർന്നു. പിന്നെ നടന്ന് രാജേഷൻ്റെ വീട്ടിൽ പോയി. ഞാൻ പറഞ്ഞു ശ്രീകുട്ടൻ ചേട്ടാ എന്നെ വീട്ടിൽ നിന്ന് വിടണില്ല, എങ്ങനെയാണ് സംഭവം എന്നുണ്ട്. അത് കുഴപ്പമില്ല, ഞാൻ പ്രിയനെ വിളിച്ച് പറഞ്ഞേക്കാമെന്ന് തോന്നുന്നു. ശരി എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു വന്നു. പിന്നെ ഭയങ്കര ഡള്ളായി, അങ്ങ് മൂടവിട്ടായി. ഞാൻ ഇങ്ങനെ വീട്ടിലിങ്ങനെ ആരോടും മിണ്ടണില്ല, വലിയ വിഷമം. ആഹാരം കഴിച്ചിട്ട് ആഹാരമൊക്കെ കുറച്ച് കാര്യം അഭിനയിക്കാൻ പോകാൻ താല്പര്യമില്ലായിരുന്നു, ഇഞ്ചക്ട് ചെയ്തിട്ട് വന്ന ആവേശമാണ്. എന്നാൽ പോലും പെട്ടെന്ന് അതില്ല എന്ന് പറഞ്ഞപ്പോൾ ഉള്ള വിഷമം കൊണ്ട് ഞാൻ അങ്ങ് ഫുൾ ഡള്ളായിപ്പോയി, ആകെ വിഷമം. രാത്രി ഒരു 9-10 മണി ഞാൻ കിടക്കാൻ നേരം ഞാൻ അങ്ങനെ മിണ്ടാതിരിക്കുക. അപ്പം ചിറ്റ അവിടെ വന്നിട്ട്, ചിറ്റയ്ക്ക് മനസ്സിലായി ഞാൻ ആകെ വിളിച്ചത്. എന്ത്? ഞാൻ പറഞ്ഞില്ല, ഒന്നുമില്ല, വിഷമമായല്ലേ? ഞാൻ പറഞ്ഞു നീ അടുത്ത പ്രാവശ്യം എഴുതിയെടുക്കുമോ, ഈ അഭിനയിച്ചിട്ട് വന്ന് എഴുതിയെടുക്കുമോ? ഞാൻ പറഞ്ഞു എഴുതിയെടുക്കും. കൂടെ വീണ്ടും ആവേശമായി. അങ്ങനെയാണെങ്കിൽ പോയി അഭിനയിച്ചോ, എന്നിട്ട് വന്നിട്ട് വേറെ പടത്തിനൊന്നും പോകണ്ട, അത് കഴിഞ്ഞിട്ട് നേരെ പരീക്ഷ എഴുതുക, അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയാൽ മതി. ഞാൻ ശരി ശരി ശരി. അപ്പം നോക്കിയപ്പോൾ 10 മണി. ഇനിയിപ്പോൾ എന്തോന്ന് ഞാൻ വീട്ടിൽ ഫോണില്ല. അങ്ങനെ വീട്ടിൽ നിന്ന് രാവിലെ 7 മണിക്ക് ഇറങ്ങി നേരെ പോയി ശ്രീകുട്ടൻ ചേട്ടൻ്റെ അടുത്ത് പോയി. അവിടെ ഫോൺ നമ്പർ വാങ്ങിക്കണ്ടേ പ്രിയ ചേട്ടൻ്റെ. അങ്ങനെ നമ്പർ വാങ്ങിച്ച് അവിടെ നിന്ന് ഓടി. എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് അയ്യപ്പൻ്റെ അമ്പലം ഞാൻ പറഞ്ഞല്ലോ, ആ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഒരു 2 ഫർലോങ് അപ്പുറത്താണ് വേറൊരു അമ്മൻ കോവിലുണ്ട്. ആ അമ്മൻ കോവിലിൻ്റെ തൊട്ട് അടുത്താണ് രാജേഷൻ്റെ വീട്. ഇപ്പോഴും ആ വീട് അവിടെ തന്നെ ഉണ്ട്, അവരുടെ വീട് തന്നെ ഇപ്പോഴും. അവിടെ വരെ ഓടി ചെന്ന് ഫോൺ നമ്പർ വാങ്ങിച്ചു. അപ്പോൾ തുറക്കുന്ന ടെലിഫോൺ ബൂത്ത് പിന്നെ ഇവിടെയാണുള്ളത്, നമ്മളെ വീട്ടിൻ്റെ അടുത്താണുള്ളത്. പിന്നെ അവിടെ തിരിച്ച് ഓടി ഇങ്ങോട്ട് ഇവിടെ വന്ന് കിതച്ചുകൊണ്ട് ഫോൺ നമ്പർ എടുത്ത് വെച്ച് പ്രിയഞ്ചേട്ടനെ വിളിക്കുകയാണ്. മദ്രാസിൽ കറക്കി വിളിച്ച് ഫോൺ എടുത്ത് പ്രിയഞ്ചേട്ടനെ എടുത്ത്, ചേട്ടാ നന്ദുവാണ് ചേട്ടാ. എന്താടാ? ഞാൻ പറഞ്ഞു ചേട്ടാ എന്നെ വീട്ടിൽ നിന്ന് വിട്ടു. പ്രിയഞ്ചേട്ടൻ്റെ ഉത്തരം, നീ ഒരു 5 മിനിറ്റ് മുമ്പ് വിളിക്കാത്തതെന്ന്. ഞാനിപ്പം സുകുമാരി ചേച്ചിയെ വിളിച്ച് ഈ വേഷം ചെയ്യാൻ ഒരാളെ വേണമെന്ന് പറഞ്ഞപ്പോൾ സുകുമാരി ചേച്ചി പറഞ്ഞു എൻ്റെ മോനുണ്ട് സുരേഷ്, അവനെ കൊണ്ട് അഭിനയിപ്പിക്കാം, അവൻ ചെയ്യും. എന്നാൽ ശരി, അത് കൺഫേം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വച്ച് തിരിഞ്ഞപ്പോഴാണ് നിൻ്റെ കോളെന്ന്. എന്ത് ചെയ്യണമെന്നോ എന്ത് പറയണമെന്നോ അറിഞ്ഞൂടാ, ആകെ ഫ്യൂസ് അടിച്ചു പോയി. അങ്ങനെ ആ മോഹം അവിടെ തീർന്നു. അന്ന് ആ വേഷം ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ജീവിതം വേറെ വഴിയിൽ പോയാൽ ഒരു പക്ഷേ എനിക്കറിയില്ല, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആവുമായിരുന്നു, അതും അറിയില്ല. അതിനകത്ത് ആ ചെപ്പിനകത്ത് ആ പോസ്റ്റിൻ്റെ മുകളിൽ കയറിയിട്ട് ചാടി ആത്മഹത്യ ചെയ്യുന്ന ആ കഥാപാത്രം, കഞ്ചാവ് ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് ആ കഥാപാത്രമായിരുന്നു ഞാൻ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ അത് ചെയ്യാത്തില്ല. അപ്പോൾ സിനിമാ മോഹം അങ്ങനെയാണ് വന്നത്. അപ്പോൾ പിന്നെ അത് കിട്ടാതെ വന്നപ്പോൾ പിന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള. അപ്പം അവിടെ ഈ ചേട്ടൻ കുഞ്ഞിരാൻ ചേട്ടൻ അറിഞ്ഞു, പിന്നെ രാധൻ ചേട്ടത്തൊക്കെ പറഞ്ഞു. കറക്റ്റ് ആ സമയത്താണ് വേണുചേട്ടൻ്റെ 2ാമത്തെ സിനിമ, അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്ന 2ാം സിനിമ. ആ സിനിമ സുഗമോദേവിയാണ്. 2ാം സിനിമ സർവകലാശാല ഷൂട്ടിംഗ് തുടങ്ങാൻ പോണു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞു, 1 വർഷം കഴിഞ്ഞാണെന്ന് തോന്നുന്നു. അപ്പോഴാണ് 1 വർഷം കഴിഞ്ഞു. അപ്പോഴാണ് വേണുചേട്ടൻ്റെ അടുത്ത് രാജേട്ടനോട്, വേണു ഇവനൊരു വേഷം ഉണ്ടെങ്കിൽ കൊടുന്നു പറഞ്ഞു. അതിനെന്താ കാര്യം, കോളേജ് സബ്ജക്റ്റ് അല്ലേ, അപ്പം സുഖമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനെന്താ പാലക്കാട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പാലക്കാട് 1 മാസം കുറേ ദിവസം നിൽക്കണം കേട്ടോ, തുണിയൊക്കെ എടുത്തോളാം എന്ന് പറഞ്ഞു.
ഇവരൊക്കെ അങ്ങ് പോയി. അപ്പോൾ വേണുചേട്ടൻ്റെ കസിനുണ്ട് മുരളി നാഗവള്ളി, അദ്ദേഹവും മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹം എൻ്റെ നല്ല സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ അങ്ങ് വന്നാൽ മതി, ഞാൻ നോക്കിക്കൊള്ളാം കാര്യങ്ങൾ, നീ അവിടെ വന്നിട്ട് ഞാൻ ഫോർട്ട് പാലസ് ഹോട്ടലിൽ വന്നാൽ മതി. അങ്ങനെ തിരുവനന്തപുരം സ്റ്റേഷനിൽ വന്ന് ടിക്കറ്റ് എടുത്തു. പാലക്കാടേക്കാണ് പോകേണ്ടത്. ഞാൻ പാലക്കാട് നിന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുത്തിട്ട് നോക്കിയപ്പം വടക്കോട്ട് പോകുന്ന ട്രെയിനൊക്കെ പാലക്കാട് തന്നെയല്ലോ പോകണം എന്നുള്ള മടയനായ ഞാൻ അങ്ങനെയാണ് വിചാരിച്ച് വെച്ചിരുന്നത്. ഈ വടക്കോട്ട് പോകുന്ന എല്ലാ ട്രെയിനും പാലക്കാട് വഴിയേ അങ്ങ് പോകുള്ളൂ എന്നാണ്. എനിക്ക് ഒരു പിടിയില്ല ജോഗ്രഫി ഇത് എങ്ങനെ പോകുമെന്നുള്ളത്. ഞാൻ ട്രെയിനിൽ കയറിയിരുന്നു. ട്രെയിനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഷൊർണൂർ ജംഗ്ഷനിൽ ചെന്ന് ട്രെയിൻ നിർത്തിയപ്പോൾ ആ എതിരെ ഇരുന്ന ആൾ ഇടയ്ക്ക് ഇങ്ങനെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ് പോകണമെന്ന് പറഞ്ഞാൽ? ഞാൻ പറഞ്ഞു പാലക്കാടേക്ക് ഈ ട്രെയിൻ പോകില്ല, ഇത് കോഴിക്കോടേക്ക് പോകുന്ന ട്രെയിനാണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ രാവിലെ പരശുറാം ഏതൊരു ട്രെയിനിലാണ് കയറിയത്. ഞാൻ പറഞ്ഞു, ഇത് പോകില്ലേ, ഈ ട്രെയിൻ പോകില്ല, അതോ ആ കിടക്കുന്ന ട്രെയിൻ പോകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ടിക്കറ്റ് ഇല്ലല്ലോ, അത് കാഞ്ചി വേഗം ചാടി ഇറങ്ങി അതിൽ കയറ്, എന്നിട്ട് ആ ടി എടുത്ത് പറഞ്ഞാൽ മതി എങ്ങനെ ഇത് അബദ്ധം പറ്റിപ്പോയതാണെന്ന് പറഞ്ഞു, ചിലപ്പോൾ അയാൾ കൊണ്ടുപോകും കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ഈ 2 പെട്ടിയുണ്ട് എങ്ങനെയൊക്കെയോ ചാടി താഴെ ഇറങ്ങി ഇവിടെ നിന്ന് അതെടുത്ത് മുകളിലിട്ട് വലിഞ്ഞ് എങ്ങനെയോ കയറി. കാര്യം ഫുൾ ടെൻഷനായി. കാര്യം മണ്ടത്തനം പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ അന്വേഷിച്ച് ചോദിച്ച് പിടിച്ചൊക്കെ പോകണ്ടേ, അത് ചെയ്യാതെ പറ്റിയതാണ്. അതിൽ കയറിയപ്പോൾ കറക്റ്റ് ടിയുടെ ഫ്രണ്ടിൽ. അപ്പോൾ അങ്ങനെ ഞാൻ ചോദിച്ചു, സാർ ഒരു അബദ്ധം പറ്റി, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് പാലക്കാട് ടിക്കറ്റ് എടുത്ത്, ടിക്കറ്റ് കൊണ്ടുണ്ട്, പക്ഷേ ട്രെയിൻ മാറിപ്പോയി, ആ ട്രെയിനകത്താണ് കയറിയത്. അപ്പോൾ അങ്ങനെ സാരമില്ല എവിടെയെങ്കിലും ഇരുന്നോന്ന് പറഞ്ഞു. അങ്ങനെ രക്ഷപ്പെട്ടു. അവിടെ ചെന്നിരുന്നു. പാലക്കാട് നിന്ന് ഇറങ്ങി പിന്നെ അവിടെ നിന്ന് ഓട്ടോറിക്ഷ പിടിച്ച് ഒലവക്കോട് നിന്ന് ഫോർട്ട് പാലസിൽ വന്നു. അങ്ങനെയാണ് സർവകലാശാല എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചത്. ഒരു കാറുകാരനെ അറേഞ്ച് ചെയ്തു, കാറിനകത്ത് തന്നെ കയറ്റി. ഞാൻ അപ്പോൾ ഫുൾ ടെൻഷനായി. അപ്പം നേരെ ഹോട്ടലിൽ പോയി പെട്ടെന്ന് പാക്ക് ചെയ്ത് നേരെ എന്നെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടു പാലക്കാട്. ഞാൻ അവിടെ നിന്ന് ബസ്സിൽ കയറി. 12:30 മണിക്ക് തൃശ്ശൂർ വന്നു ബസ്. ഞാൻ ബസ് ചാടി ഇറങ്ങി. അപ്പോൾ എൻ്റെ അടുത്ത് ആരോ പറഞ്ഞിരുന്നു 12:30 അവിടെ നിന്ന് പരശുറാം വരും, 6:30 മണിയാകുമ്പോൾ തിരുവനന്തപുരം എത്തും. ഞാൻ നേരെ ചാടി വന്നു. ബസ്സിൽ നിന്ന് ബസ് നിർത്തുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് വണ്ടിയിൽ നിന്ന് എടുത്ത് ചാടി. നാട്ടുകാർ ഒരു കാറുകാരൻ വന്ന് എൻ്റെ കുടുംബത്തിലുള്ള അംഗങ്ങളെയൊക്കെ തെറി വിളിച്ചു. അത് കഴിഞ്ഞ് നേരെ പോയി ടിക്കറ്റ് എടുത്തു. കറക്റ്റായിട്ട് ട്രെയിൻ വന്നു, കറക്റ്റായിട്ട് കയറി. അങ്ങനെ കയറി ഞാൻ അവിടെ വന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് വീണ്ടും നടയിൽ വന്നപ്പോഴത്തേക്കും